യശോജനെ സാനി സ്വാഹാ ശ്രേയാൻവസ്യ സോസാനി സ്വാഹാ തന്ദ്വാഭഗ പ്രവിശാനി സ്വാഹാ സമാഭഗ പ്രവിശ സ്വാഹാ തസ്മിൻ സഹസ്രശാഖേ നിപഗാഹം ത്വയി മൃജേ സ്വാഹാ യഥാ പപ്രവതായന്തി യഥാ മാസ അഹർജരം ഏവം മാം ബ്രഹ്മചാരിണഃ താതരായന്തു സർവദാ സ്വാഹാ പ്രതിവേശോസി പ്രമാഭാഹി പ്രമാപദ്യസ്വ. ഞാൻ ജനങ്ങളുടെ ഇടയിൽ കീർത്തിമാനായി തീരട്ടെ, ധനികന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായി ഭവിക്കട്ടെ. അല്ലയോ ഭഗവാനെ, ബ്രഹ്മത്തിനുറയായിരിക്കുന്ന അങ്ങയിൽ ഞാൻ പ്രവേശിക്കുമാറാകട്ടെ. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നിലും പ്രവേശിച്ചാലും. നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഞാൻ ജനങ്ങളുടെ ഇടയിൽ കീർത്തിമാനായി തീരട്ടെ, ധനികന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായി ഭവിക്കട്ടെ. ഞാൻ ഫേമസ് ആവട്ടെ എന്നാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ പറയാനല്ലോ. ഇപ്പോൾ PR വർക്കൊക്കെ ഒരുപാടുള്ള കാലമാണ്. ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പലരും പല വിധത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഫേമസ് ആവുന്നവരുണ്ട്, ഫേമസ് ആവാൻ വേണ്ടി നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം പ്രശസ്തി ആർജിക്കട്ടെ. എന്തിനാണ് പ്രശസ്തി ആർജിക്കുന്നത്? പ്രശസ്തി ആർജിച്ചാലേ ബ്രഹ്മചാരിമാർ പഠിക്കാൻ വരുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്, അയാളുടെ അടുത്ത് ഇത്രയും അറിവ് ഉള്ളൊരു വ്യക്തിയുണ്ട്, അവിടെ ചെന്നാൽ എനിക്ക് ഈ അറിവ് കിട്ടും എന്ന് അറിയുമ്പോഴേ അങ്ങോട്ട് ആൾക്കാർ വരുള്ളൂ. അപ്പോൾ അവരുടെ കഴിവ്, അവരുടെ ജ്ഞാനം അത്ര ദൂരേക്ക് വ്യാപിക്കണം. അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുള്ളൂ. അല്ലാതെ ഞാൻ ഫേമസ് ആവണം പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടമല്ല അന്നുള്ളത്. അതിനൊരു പർപ്പസ് ഉണ്ട്. ഫേമസ് ആവുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അതെന്തിനാണ്? ധാരാളം ആളുകളിലേക്ക് ഈ ജ്ഞാനം എത്തണമെങ്കിൽ ജ്ഞാനം കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ആചാര്യനായിട്ടിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിന് അറിവുണ്ടാവണം. എന്നാൽ അങ്ങോട്ട് ആൾക്കാർ എത്തിപ്പെടുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെയൊക്കെ പരസ്യം കൊടുക്കില്ലേ, അത് കോളേജ് പരസ്യം കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ആളുകൾ പറഞ്ഞറിഞ്ഞ് പരസ്യമാവണം. അതിനെന്ത് വേണം? അതിന് ആ വ്യക്തിയിൽ കഴിവുണ്ടാവണം, അറിവുണ്ടാവണം. അപ്പോൾ പറഞ്ഞറിഞ്ഞിട്ടെത്തും. പണ്ടൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കീർത്തിമാനാവട്ടെ പറഞ്ഞത്. അപ്പം പ്രശസ്തി ആർജിക്കണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ ആ വ്യക്തി കഴിവുള്ളവനും അറിവുള്ളവനും ആയിരിക്കണം. അപ്പോൾ പ്രശസ്തി ആവണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഞാൻ കഴിവുള്ളവനും അറിവുള്ളവനുമായി തീരട്ടെ എന്നാണ് പ്രാർത്ഥന. അതിന് ശേഷം എന്ത് പറഞ്ഞു? ഞാൻ ധനികനായി മാറട്ടെ എന്ന്. ധനികന്മാരിൽ ശ്രേഷ്ഠനായി മാറട്ടെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ധനികന്മാർ എന്ന് പറഞ്ഞാൽ റിച്ചസ്റ്റ് എന്നല്ല. ഇന്നിപ്പം നമ്മൾ കണ്ടില്ലേ, ഈ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ധനികന്മാരുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. മാസം ഈ മാസത്തെ ധനികൻ ഇന്ന ആൾ, ഇല്ലെങ്കിൽ ഈ വർഷം ഇന്ന ആൾ, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് നമ്മൾ കേൾക്കും. ധനികന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്തി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. ധനം എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ്. ഭൗതികമായ ധനവുമുണ്ട്, ആധ്യാത്മികമായ ധനവുമുണ്ട്. ഭൗതിക സമ്പത്ത് നശിച്ചു പോകാനുള്ളതാണ്, നമ്മൾ മരിക്കുന്നതോടുകൂടി അത് പോയി. ആധ്യാത്മിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്, അത് നഷ്ടപ്പെടില്ല ഒരിക്കലും. ഇപ്പോൾ രണ്ട് വിധത്തിലാണ്. ഭൗതികമായ സമ്പത്ത് വേണ്ടതെന്ന് ചോദിച്ചാൽ വേണം, ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ വേണം. ധർമ്മം പ്രചരിക്കണമെങ്കിലും സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ ധനികന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനാവട്ടെ എന്നാണ്. ശ്രേഷ്ഠനായൊരു ധനികനായി മാറണമെങ്കിൽ അയാൾക്ക് ധർമ്മബോധം വേണം. ഇല്ലെങ്കിൽ ഈ പൈസ വേണ്ടാത്തടുത്ത് കൊണ്ട് ഉപയോഗിക്കും. ഇന്ന് പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായ സഹായം ചെയ്യുന്നവർക്ക് ഈ ശ്രേഷ്ഠത ഇല്ലാത്തവരാണ്. ശ്രേഷ്ഠരല്ലാത്ത ധനികന്മാരാണ്. അവരാണ് ഈ തീവ്രവാദത്തിന് വേണ്ട പ്രവർത്തനം, ഇല്ലെങ്കിൽ വേണ്ട എല്ലാ പല കാര്യങ്ങളും നമുക്കറിയണം. പൈസ ഉണ്ടാക്കണം എന്നുള്ളൂ. ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവില്ല, ധർമ്മബോധമില്ല. അതാണ് അവർക്ക് പറ്റുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയും, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടി വരുമ്പോൾ ഗരുഡൻ്റെ പുറത്താണ് അത്ര വരിക.
ഗരുഡനാണ് വാഹനം. മഹാലക്ഷ്മി മാത്രമായിട്ട് വരികയാണെങ്കിൽ കൂമനാണ് വാഹനം. ഇങ്ങനെ പറയാം, കൂമൻ. എന്താ ഇതിൻ്റെ അർത്ഥം? ഗരുഡൻ എന്ന് പറയുന്നത് ഭക്തിയും ജ്ഞാനവും കർമ്മവും കൂടി ചേരുന്ന മനസ്സാണ്. 2 ചിറകും ഒരു വാലും. ഭക്തി, ജ്ഞാനം, കർമ്മം, ഇത് മൂന്നും കൂടി ചേരുന്ന മനസ്സ് അറിവിൻ്റെ മനസ്സാണ്. അറിവുള്ള മനസ്സ്. അവിടെയാണ് ഐശ്വര്യം ഉണ്ടാവുക. ഭൗതികമായ ഐശ്വര്യവും ആധ്യാത്മികമായ ഐശ്വര്യവും ശക്തിയും മഹാവിഷ്ണുവും ലക്ഷ്മിയും. അതുകൊണ്ടാണ് ഗരുഡൻ്റെ പുറത്ത് വരുന്നു എന്ന് പറയുന്നത്. ആധ്യാത്മികമായുള്ള ശക്തി കൂടെയുണ്ട് അറിവിന്. ഈ ധനത്തിൻ്റെ കൂടെ ലക്ഷ്മിയും മഹാവിഷ്ണു ഒരുമിച്ച് വരുന്നു ഗരുഡൻ്റെ പുറത്ത്. മഹാലക്ഷ്മി മാത്രമായിട്ട് വരുമ്പോൾ കൂമനാണ് അത്ര വാഹനം. എന്താ കൂമൻ്റെ പ്രത്യേകത? കൂമൻ പകലിനെ ഭയപ്പെടുന്ന ആളാണ്. രാത്രിയാണ് കൂമൻ്റെ സഞ്ചാരം. അപ്പോൾ അജ്ഞാനത്തിൽ, അന്ധകാരത്തിലാണ് ആ ധനം വരുന്നത്. അത് അപകടമാണ്. അതുകൊണ്ട് മഹാലക്ഷ്മി മാത്രമായിട്ട് പറയുമ്പോൾ കൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു വലിയ സന്ദേശമുണ്ട് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും ഗരുഡൻ്റെ പുറത്തായിരിക്കണം വരേണ്ടത്. അതിന് മഹാവിഷ്ണു കൂടെ വേണം. ഗരുഡൻ്റെ പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭക്തി, ജ്ഞാനം, കർമ്മം ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോഴേ ധനം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രതീകങ്ങളിലൂടെ ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇതും കൂടി ഓർമ്മിച്ചിട്ട് വേണം. എന്തിനാണ് ഇത് എന്നോട് പറയുന്നത്? ദൈവത്തിന് എന്താ വാഹനം? കുട്ടികൾ ചോദിക്കും. നമ്മുടെ ബാലകേന്ദ്രയിലെ കുട്ടികൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ, പിന്നെ ദൈവത്തിന് എന്തിനാ വാഹനം? എങ്ങോട്ടും പോകാനില്ലല്ലോ. സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങോട്ട് പോകാനാണ്? എങ്ങോട്ടും പോകാനില്ല. അപ്പോൾ പിന്നെ വാഹനത്തിൻ്റെ എന്താ ആവശ്യം? ഒരിക്കലും ബാലകേന്ദ്രയിലെ ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ദൈവത്തിൻ്റെ വാഹനം എന്നുള്ളത് നമ്മളുടെ മനോഭാവമാണ് പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ മനോഭാവം കറക്റ്റാണെങ്കിലേ ദൈവം വരുള്ളൂ. അതാണ് ആ വാഹനത്തിൻ്റെ പുറത്ത് കയറി ദൈവം വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അച്ഛനും അമ്മയാണ് അതിൻ്റെ ഉത്തരവാദി. അല്ല, കുട്ടികൾ ഇങ്ങനെയായിപ്പോയി എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് ഞാൻ വേണ്ടത് പറഞ്ഞു കൊടുത്തുവോ എന്നും കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ധനികന്മാരിൽ ഞാൻ ശ്രേഷ്ഠനാവട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ആർജിച്ചെടുത്ത ഈ ഭൗതികമായ ധനവും ആധ്യാത്മികമായ ധനവും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, ഉപകാരപ്പെടുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് എനിക്കുണ്ടാവണേ, അതിനുള്ള അറിവുണ്ടാവണേ എന്നാണ് ശരിക്കുള്ള പ്രാർത്ഥന.